ദുബായിൽ ഒരു കഫ്റ്റീരിയ, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് സ്ഥാപനം, ബേക്കറി അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ നടത്തുന്ന പ്രവാസി ബിസിനസ്സുകാരനാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണശാലകളിൽ ഷെഫായോ സപ്ലയറായോ കിച്ചൺ സ്റ്റാഫായോ ജോലി ചെയ്യുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെയും തൊഴിലിനെയും നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ഒരു നിയമമാറ്റവുമായി എത്തിയിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. റെസ്റ്റോറന്റുകളിലും ഭക്ഷണശാലകളിലും ഉപയോഗിക്കുന്ന പാചക എണ്ണയുടെയും കൊഴുപ്പിന്റെയും ഗുണനിലവാരം പരിശോധിക്കുന്ന കാര്യത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ദുബായ് സെൻട്രൽ ലബോറട്ടറി വിപ്ലവകരമായ ഓട്ടോമേറ്റഡ് സാങ്കേതികവിദ്യ നടപ്പിലാക്കിയിരിക്കുകയാണ്. നേരത്തെ 2 മണിക്കൂറുകളോളം സമയമെടുത്തിരുന്ന ഓയിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഇപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ദുബായ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഒരു പുതിയ സാങ്കേതികവിദ്യ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നിർണായക പ്രഖ്യാപനത്തിൽ പറയുന്നത്, ദുബായിലെ റെസ്റ്റോറന്റുകളിൽ നിന്നും നിർമ്മാണശാലകളിൽ നിന്നും ശേഖരിക്കുന്ന എണ്ണയുടെയും കൊഴുപ്പിന്റെയും സാമ്പിളുകൾ നേരത്തെ ലബോറട്ടറികളിൽ എത്തിച്ച് കെമിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ 2 മണിക്കൂർ വരെ സമയമെടുത്തിരുന്നു. എന്നാൽ പുതിയ ഓട്ടോമേറ്റഡ് ടെക്നോളജി നിലവിൽ വന്നതോടെ ഈ ഒരു പരിശോധനാ സമയം വെറും 2 മിനിറ്റായി ചുരുങ്ങുകയാണ്. അതായത് 98% സമയം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിദിനം ലബോറട്ടറിയിൽ പരിശോധിക്കാൻ സാധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിൽ 90% വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു ദിവസം 6 സാമ്പിളുകൾ മാത്രം പരിശോധിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ദിവസം 60 സാമ്പിളുകൾ വളരെ വേഗത്തിൽ കൃത്യതയോടെ പരിശോധിക്കാൻ ദുബായ് സെൻട്രൽ ലബോറട്ടറിക്ക് സാധിക്കും. മനുഷ്യ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ നടക്കുന്ന ഈ ഒരു പരിശോധനയിൽ എണ്ണയിലെ ഓക്സിഡേഷൻ, താപനില വ്യതിയാനങ്ങൾ കാരണം എണ്ണയ്ക്കുണ്ടാകുന്ന ഗുണനിലവാര തകർച്ച എന്നിവ നിമിഷങ്ങൾക്കകം തന്നെ തിരിച്ചറിയാൻ കഴിയും. കൂടാതെ കെമിക്കൽ സാമഗ്രികൾ ഉപയോഗിക്കാതെ പരിസ്ഥിതി സൗഹൃദപരമായ ഗ്രീൻ ലാബ് രീതികളാണ് ഇതിനായി ഉപയോഗിക്കുന്നതും. ഈ ഒരു പുതിയ അപ്ഡേറ്റ് ദുബായിലെ മലയാളി പ്രവാസി ബിസിനസ്സുകാരെ എങ്ങനെയാണ് ഇനി ബാധിക്കുന്നതെന്നാണ് വ്യക്തമായി നോക്കാം. ദുബായിൽ ആയിരക്കണക്കിന് കഫ്റ്റീരിയകളും റെസ്റ്റോറന്റുകളുമാണ് പ്രവാസി മലയാളികളുടെ ഉടമസ്ഥയിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്നത്. സമോസ, പഴംപൊരി, കട്ട്ലറ്റ് തുടങ്ങിയ പലഹാരങ്ങൾ വറുത്തെടുക്കുന്ന കഫ്റ്റീരിയകൾ, പെരി പെരി, ഫ്രൈഡ് ചിക്കൻ, ഷവർമ കേന്ദ്രങ്ങൾ, ഇന്ത്യൻ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന റെസ്റ്റോറന്റുകൾ എന്നിവയിലെല്ലാം എണ്ണയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. പരിശോധന വേഗത്തിൽ വർദ്ധിച്ചതോടെ ദുബായ് മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ടർമാർ റെസ്റ്റോറന്റുകളിൽ ശക്തമായ മിന്നൽ പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നുള്ളത്. കൂടാതെ ഭക്ഷണശാലകളിൽ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, കരിഞ്ഞതും ഓക്സിഡേഷൻ സംഭവിച്ചതുമായ എണ്ണയിൽ വിഭവങ്ങൾ ഉണ്ടാക്കുക, പാചകത്തിന് അനുയോജ്യമല്ലാത്ത തരം കുറഞ്ഞ എണ്ണകൾ ഉപയോഗിക്കുക എന്നിവ കണ്ടുപിടിച്ചാൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഫുഡ് സേഫ്റ്റി കോഡ് അനുസരിച്ച് വൻതുക ഫൈനുകളും സ്ഥാപനം അടച്ചുപൂട്ടൽ വരെയുള്ള കടുത്ത നടപടികളും നേരിടേണ്ടി വന്നേക്കാം. ദുബായിലെ ഭക്ഷ്യ വ്യവസായ രംഗത്തുള്ളവർ നിർബന്ധമായും പാലിക്കേണ്ട 4 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, എണ്ണയുടെ പുനരുപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ്. ഒരു തവണ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ കരിഞ്ഞ അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും വീണ്ടും ചൂടാക്കുമ്പോൾ അത് വിഷമായി മാറുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ടോട്ടൽ പോളാർ മെറ്റീരിയൽ അളവ് അനുവദനീയമായ പരിധിയിൽ കൂടുതലുള്ള എണ്ണ അടുക്കളകളിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യുകയും വേണം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഓയിൽ ഫിൽട്രേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ്. ദിവസവും പാചകത്തിന് ശേഷം എണ്ണ കൃത്യമായി ഫിൽട്ടർ ചെയ്ത് വെക്കണം. കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറുകളിൽ അടച്ചു സൂക്ഷിക്കുകയും നേരിട്ട് വെളിച്ചമോ ഉയർന്ന ചൂടോ അടക്കാത്ത രീതിയിൽ തന്നെ ഡ്രൈ ആയുള്ള സ്ഥലങ്ങളിൽ ഇത് സൂക്ഷിക്കുകയും വേണം. മൂന്നാമതായി പറയുന്നത് വേസ്റ്റ് ഓയിൽ ഡിസ്പോസൽ റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നതാണ്. അതായത് ഉപയോഗശൂന്യമായ എണ്ണ അഴുക്ക് ചാലുകളിലേക്കോ സിങ്കിലോ ഒഴിച്ചു കളയാൻ പാടില്ല. മറിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി അംഗീകരിച്ചിട്ടുള്ള ലൈസൻസുള്ള വേസ്റ്റ് ഓയിൽ കളക്ഷൻ കമ്പനികൾക്ക് മാത്രമേ ഇത് കൈമാറാൻ പാടുള്ളൂ. ഇതിന്റെ റെസിപ്റ്റുകളും ലോഗ് ബുക്കുകളും ഇൻസ്പെക്ടർമാർ ചോദിച്ചാൽ അത് കാണിക്കാനായി സൂക്ഷിക്കേണ്ടതുണ്ട്. നാലാമതായി പറയുന്നത് ഫുഡ് വാച്ച് ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൃത്യമായി ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. കൂടാതെ ദുബായിലെ എല്ലാ ഫുഡ് ബിസിനസ്സുകളും മുനിസിപ്പാലിറ്റിയുടെ ഫുഡ് വാച്ച് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ, അടുക്കളയിലെ ശുചിത്വ മാനദണ്ഡങ്ങൾ എന്നിവ കൃത്യമായി ലോഗ് ചെയ്യുകയും വേണം. ദുബായിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനവും ശാസ്ത്രീയവുമാകുന്ന ഈ ഒരു ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ ജനപ്രീതി കൂട്ടാനും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും സഹായിക്കും.